കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരു വാക്ക് സിഎയെ കുറിച്ച് പറഞ്ഞിട്ടില്ല. പൗരത്വ ഭേദഗതി നിയമത്തെ കുറിച്ച് പരാമർശിച്ചിട്ടില്ല. അവർ RSSനെ ഭയപ്പെടുന്നു, അവർ BJPയെ ഭയപ്പെടുന്നു. ഉത്തരേന്ത്യയിലെ ഹിന്ദു വോട്ടുകൾ അവർക്ക് നഷ്ടമാകും എന്നാണ് അവർ തെറ്റിദ്ധരിക്കുന്നത്. കർണാടകയിൽ BJPക്കെതിരായി കോൺഗ്രസ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? സെക്യുലറായിട്ടുള്ള സമീപനമാണ്, മതനിരപേക്ഷമായ സമീപനമാണ്. എന്നിട്ട് കോൺഗ്രസ് തോറ്റോ? കർണാടകയിൽ ജയിച്ചില്ലേ? BJPയെ തോൽപ്പിച്ചില്ല. ഹിജാബ് വിവാദത്തിലടക്കം കോൺഗ്രസ് അവിടെ അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കർണാടകയിൽ അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. തെലങ്കാനയിൽ അവർക്ക് ജയം കിട്ടിയത് BJPയുടെ പാത പിന്തുടർന്നുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം അവർ സ്വീകരിച്ചത് കൊണ്ടല്ല, മതനിരപേക്ഷ നിലപാട് അവർ സ്വീകരിച്ചത് കൊണ്ടാണ്. ആ അനുഭവത്തിൽ നിന്ന് കോൺഗ്രസ് എന്തുകൊണ്ടാണ് പാഠം പഠിക്കാത്തത്? കോൺഗ്രസുകാർ വിചാരിക്കുന്നത് RSSനെ തോൽപ്പിക്കാൻ ഒരു രണ്ടാം RSS ആവണം എന്നുള്ളതാണ്. BJPയെ തോൽപ്പിക്കാൻ BJPയുടെ ബി ടീം ആകണം എന്നുള്ളതാണ്. ഈ രാജ്യത്തുള്ള ജനങ്ങൾ BJPയെ തോൽപ്പിക്കാൻ ഒരു ബി ടീം BJPയെ അല്ല താല്പര്യപ്പെടുന്നത്. ശുദ്ധ മതേതരത്വം വാക്കിലും പ്രവർത്തിക്കലും അനുവർത്തിക്കുന്ന സംഘത്തെയാണ്, ഒരു പാർട്ടിയെയാണ് അവർക്ക് വേണ്ടത്. എത്രമാത്രം കോൺഗ്രസ് BJPയുടെ ദുഷ്പ്രചരണങ്ങളെ ഭയപ്പെടുന്നു? എന്തിനാണ് ഈ ഭയപ്പാട്? പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനില്ലാത്ത ഭയപ്പാട്, ശ്രീമതി ഇന്ദിരാഗാന്ധിക്ക് ഇല്ലാത്ത ഭയപ്പാട്, രാജീവ് ഗാന്ധിക്ക് ഇല്ലാത്ത ഭയപ്പാട് എന്തിനാണ് ഇപ്പോഴത്തെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് സ്വന്തമായി ഉള്ളത്? എന്തിനവർ അത്തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്നു? കേരളത്തിൽ മുസ്ലിം ലീഗിന്റെ ഘടകകക്ഷിയാണ് കോൺഗ്രസ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു. പച്ചക്കൊടി ഉയർത്താൻ പാടില്ല എന്നാണ് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് കിട്ടിയിരിക്കുന്ന തെറ്റൂര. പച്ചക്കൊടി ലീഗിന്റെ കൊടിയായിട്ട് ഏതെങ്കിലും ഒരു 4-5 വർഷമേ ആയിട്ടുള്ളൂ. 1948 മുസ്ലിം ലീഗ് ഇന്ത്യയിൽ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ച അന്ന് മുതൽ ലീഗിന്റെ കൊടി അർദ്ധചന്ദ്ര നക്ഷത്രാങ്കിത ഹരിത പതാകയാണ്. ആ പതാക രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിലും KC വേണുഗോപാൽ മത്സരിക്കുന്ന ആലപ്പുഴയിലും ഉയർത്താൻ പാടില്ലെന്നാണ് ലീഗ് പ്രവർത്തകർക്കുള്ള നിർദ്ദേശം. പച്ചക്കൊടി പാകിസ്ഥാന്റെ കൊടിയാണ് എന്ന് BJP ഉത്തരേന്ത്യയിൽ പ്രചരിപ്പിക്കും എന്നാണ് അതിന് ന്യായം പറയുന്നത് കോൺഗ്രസുകാർ. എടോ, ഈ പച്ചക്കൊടിയുടെ ആളുകൾ അധിവസിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് നല്ല വോട്ടുള്ള വയനാട്ടിൽ നിങ്ങൾ എന്തിനാണോ രാഹുൽ ഗാന്ധിയെ കൊണ്ടുവന്ന് നിർത്തിയത്? പച്ചക്കൊടിയില്ലാത്ത എത്ര നിയോജക മണ്ഡലങ്ങളുണ്ട് ഇന്ത്യയിൽ? കോൺഗ്രസ് ഭരിക്കുന്ന തെലങ്കാനയിൽ കോൺഗ്രസിന് ജയിക്കാൻ പറ്റുന്ന പാർലമെന്റ് മണ്ഡലമില്ലേ? അവിടെ മത്സരിച്ചുകൂടായിരുന്നു രാഹുൽ ഗാന്ധിക്ക്. കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി രാഹുൽ ഗാന്ധിയുടെ മുത്തശ്ശി പണ്ട് മത്സരിച്ച ചിക്കമംഗളൂരിലെ അവിടെ പോയി രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാമായിരുന്നില്ലേ? ആരും അവിടെ വന്ന് പച്ചക്കൊടി പിടിക്കില്ലായിരുന്നല്ലോ. ഉത്തർപ്രദേശിൽ എക്കാലവും ഗാന്ധി കുടുംബത്തിന്റെ കൂടെ നിന്ന റായ്ബറേലിയ മണ്ഡലമില്ലേ? അമേഠിയില്ലേ? കഴിഞ്ഞ പ്രാവശ്യം തോറ്റത് സമാജ്വാദി പാർട്ടിയോട് സഖ്യമില്ലാത്തതുകൊണ്ടാണ്. അമേഠിയിൽ കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി തോറ്റത് 60,000 വോട്ടുകൾക്കാണ്. അവിടെ സമാജ്വാദി പാർട്ടി 1,80,000 വോട്ടുകൾ പിടിച്ചു. ഇന്നവിടെ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും സഖ്യകക്ഷിയാണ്. എന്തുകൊണ്ട് രാഹുൽ ഗാന്ധിക്ക് അവിടെ മത്സരിച്ചുകൂടാ? പച്ചക്കൊടി ലീഗുകാർ ഉയർത്താൻ പാടില്ല, എന്നാൽ പച്ചക്കൊടിക്കാരുടെ വോട്ട് രാഹുൽ ഗാന്ധിക്ക് വേണം, KC വേണുഗോപാലിന് വേണം. തമിഴ്നാട്ടിൽ എന്താ നിങ്ങൾ ഇത് ബാധകമാക്കാത്തത്? അത് പറഞ്ഞാൽ സ്റ്റാലിൻ കോൺഗ്രസിന്റെ കൊടിയെടുത്ത് വലിച്ചെറിയും. പച്ചക്കൊടിയുടെ തലയിൽ നിന്നല്ലേ രാഹുൽ ഗാന്ധി തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത്? അവിടെ CPM-ഉം CPI-യും DMK-യും കോൺഗ്രസും മുസ്ലിം ലീഗും എല്ലാം
ഒരുമിച്ചൊരു മുന്നണിയില്ല. എല്ലാവരുടെയും കൊടി അവിടെ ഉയർത്തിയിട്ടുണ്ട്. എന്തിനധികം RSS രൂപീകൃതമായ നാഗ്പൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ മുസ്ലിം ലീഗിന്റെ കൊടി ഉയർത്തിയാണ് അവിടെ ലീഗ് പിന്തുണക്കുന്നത്. RSSന്റെ ആസ്ഥാനത്ത് പച്ചക്കൊടി ഉയർത്താമെങ്കിൽ ലീഗിന്റെ ശക്തി കേന്ദ്രമായ വയനാട്ടിൽ പച്ചക്കൊടി ഉയർത്തരുത് എന്ന് ലീഗിനോട് പറയാൻ കോൺഗ്രസിന് എങ്ങനെ ധൈര്യം വന്നു? ആ കോൺഗ്രസിന്റെ തിട്ടൂരം എന്റെ ലീഗിന്റെ നേതാക്കന്മാർ യാതൊരു എതിർപ്പുമില്ലാതെ അംഗീകരിച്ചു. ഉത്തരം ലീഗിന്റെ നേതൃത്വമാണ് പറയേണ്ടത്. അപ്പൊ പറയുന്നത് അവിടെ ആരുടെ കൊടിയും വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചു. ശരി, ആരുടെ കൊടിയും വേണ്ട എന്ന് നിങ്ങൾ തീരുമാനിച്ചു. പക്ഷെ ത്രിവർണ്ണ ബലൂണുകളല്ലേ അവിടെ നിങ്ങൾ ഉയർത്തുന്നത്? കോൺഗ്രസിന്റെ കൊടിയുടെ കളറുള്ള ബലൂണുകൾ ഉയർത്തിയാൽ പിന്നെ അവിടെ എന്തിനാണ് കോൺഗ്രസിന്റെ കൊടി? ഇത് മനസ്സിലാക്കാൻ ലീഗിന്റെ ആളുകൾക്ക് ബുദ്ധി വേണ്ടേ? അവിടെ അണിനിരക്കുന്ന ആളുകൾ അണിനിരിക്കുന്ന തൊപ്പി അത് കോൺഗ്രസിന്റെ പതാകക്ക് സമാനമായിട്ടുള്ള ത്രിവർണ്ണ തൊപ്പിയാണ്. എങ്കിൽ കൊടി വേണ്ട. ലീഗ് പ്രവർത്തകന്മാർക്ക് പച്ച തൊപ്പി ധരിക്കാനെങ്കിലും കോൺഗ്രസ് അനുവാദം നൽകിയോ? രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന വയനാട്ടിൽ ബർമുഡ ട്രൗസർ പോലും പച്ച കൊണ്ട് അടിക്കാൻ പാടില്ല എന്ന സ്ഥിതി കേരളത്തിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് വന്ന് ഭവിച്ചുവിന്റെ പുക്ഷമടക്കി നിൽക്കുന്ന നേതാക്കന്മാരാണ്. ലീഗ് പ്രവർത്തകർ ഒരിക്കലും അത് അംഗീകരിക്കില്ല. ലീഗിന്റെ കൊടി വേണ്ടാത്ത കോൺഗ്രസിന് എന്തിനാണ് ലീഗിന്റെ വോട്ട്? 3 സീറ്റ് ചോദിച്ചിട്ട് അതുപോലും ലീഗിന് കൊടുത്തില്ല. ഒരൊറ്റ MLA-മാരില്ലാത്ത RSPക്ക് സീറ്റ് കൊടുത്തു UDF. 2 MLA-മാരുള്ള കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് സീറ്റ് കൊടുത്തു UDF. 15 MLA-മാരുള്ള മുസ്ലിം ലീഗിന് കാലാകാലങ്ങളായി ലീഗും കോൺഗ്രസും സഖ്യമായ കാലം മുതൽ ഇന്നുവരെ ഒരിക്കൽ ലീഗ് ഒറ്റയ്ക്ക് മത്സരിച്ച് ജയിച്ചിട്ടുണ്ട് ഈ 2 മണ്ഡലങ്ങളിൽ. ആ 2 മണ്ഡലങ്ങളല്ലാതെ മൂന്നാമത്തെ ഒരു മണ്ഡലം കൊടുത്തോ? എന്തേ കൊടുക്കാതിരുന്നത്? ഈ നാട്ടിലെ മുസ്ലിം ലീഗിന്റെ സുഹൃത്തുക്കൾ അവരാലോചിക്കണം, എന്തിന് കോൺഗ്രസ് വോട്ട് ചെയ്യണം? കോൺഗ്രസിന് ലീഗിന്റെ ആവശ്യം തെരഞ്ഞെടുപ്പ് വരുമ്പോ മാത്രമല്ലേ? തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് വരുമ്പോ ലീഗിന് കോൺഗ്രസ് സീറ്റ് കൊടുക്കും. കൂടെ ഫ്രീ ആയിട്ട് ഒരു റിബലിലേക്ക് കൊടുക്കും. ഈ പ്രദേശത്തൊക്കെ ലീഗിന് ഭരണം നഷ്ടപ്പെട്ടതും ലീഗ് നാമാവിശേഷമായതും എങ്ങനെയാണ്? തെക്കൻ മേഖലകളിൽ മുസ്ലിം ലീഗിന് നിരവധി പ്രവർത്തകന്മാരുണ്ട്. ലീഗിന്റെ ശക്തിക്കനുസരിച്ച് തദ്ദേശ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുണ്ടോ? തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ സീറ്റ് കൊടുക്കും. ലീഗിന് പഞ്ചായത്തിലേക്കായാലും ബ്ലോക്ക് പഞ്ചായത്തിലേക്കായാലും ജില്ലാ പഞ്ചായത്തിലേക്കായാലും കൂടെ ഫ്രീ ആയിട്ട് കോൺഗ്രസ് ഒരു റിബലിനെയും കൊടുക്കും. കോൺഗ്രസിന്റെ റിബലിനെ അവർ ജയിപ്പിക്കും. അതാണ് കാലാകാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് കോൺഗ്രസിന് ഒരു മറുപടി കൊടുക്കാൻ ലീഗ് വേണം എന്ന് കോൺഗ്രസിന് തോന്നലുണ്ടാക്കാൻ ഇത്തവണ കോൺഗ്രസ് ലീഗിനോട് കാണിക്കുന്ന അതേ സമീപനം ലീഗ് കോൺഗ്രസിനോടും കാണിക്കണം. അതേ മാർഗമുള്ളൂ. ഉഷ്ണത്തിന് ഉഷ്ണമാണ് ശാന്തി. നല്ല ഉഷ്ണം വരുമ്പോ പച്ചവെള്ളം അല്ല കുടിക്കുക, തണുത്ത വെള്ളം അല്ല കുടിക്കേണ്ടത്, ചുടുവെള്ളമാണ്. കോൺഗ്രസിന്റെ ഈ ധിക്കാരത്തിന് അതേ നാണയത്തിൽ മറുപടി കൊടുക്കണം. ഈ രാജ്യത്ത് CAA-ക്ക് അനുകൂലമായി കോൺഗ്രസ് ഒന്നും പറഞ്ഞില്ല. ഇവർ മത്സരിക്കുന്ന UDF-ന്റെ സ്ഥാനാർത്ഥിയുണ്ടല്ലോ, ആ UDF-ന്റെ സ്ഥാനാർത്ഥിയോട് നിങ്ങൾ ചോദിക്കൂ, CAA-ക്കെതിരായി പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിങ്ങളെ ഈ രാജ്യത്ത് നാട്ടിയോടിക്കാൻ RSS-ഉം BJP-യും കൊണ്ടുവന്ന നിയമത്തിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഒരു നിമിഷമെങ്കിലും എഴുന്നേറ്റ് നിന്ന് അദ്ദേഹം സംസാരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. ആ വീഡിയോ ക്ലിപ്പിംഗ് ഒന്ന് തരാൻ വേണ്ടി പറയൂ. ഓക്കെ, കശ്മീരിന്റെ 307-ാം വകുപ്പ് അനുസരിച്ചുള്ള പ്രത്യേകാവകാശം
എടുത്തു കളഞ്ഞില്ലേ BJP? അതിനെതിരായി ഒരക്ഷരം രാഹുൽ ഗാന്ധി സംസാരിച്ചിട്ടുണ്ടോ ഇന്ത്യയുടെ പാർലമെന്റിൽ? കശ്മീരിന്റെ പ്രത്യേകാവകാശം 370 എടുത്തു കളഞ്ഞപ്പോഴും കോൺഗ്രസ് അംഗങ്ങൾ അർത്ഥഗർഭമായ മൗനം അവലംബിച്ചു. ഇതെന്നോ നടക്കേണ്ടതായിരുന്നു എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും സ്വകാര്യമായിട്ട് തന്നോട് പറഞ്ഞത് എന്ന് അമിത്ഷാ തന്നെ പിന്നീട് വെളിപ്പെടുത്തുകയുണ്ടായി. രാഹുൽ ഗാന്ധിയോ കോൺഗ്രസോ അതിനെതിരായി ഒരക്ഷരം പറഞ്ഞില്ല. NIA നിയമം ഭേദഗതി ചെയ്തു. ഇപ്പോൾ നിലവിലുള്ള ജയിലിൽ പാർപ്പിക്കാൻ NIAക്ക് അവകാശവും NIAക്ക് അർഹതയും നൽകുന്ന NIA ഭേദഗതി നിയമം ഇന്ത്യ പാർലമെന്റിൽ അവതരിപ്പിക്കപ്പെട്ടപ്പോ നിങ്ങൾ അതിനനുകൂലമായിട്ടല്ലേ തെറ്റല്ലേ? മുത്തലാഖ് ബില്ലിനെതിരായി എന്ത് രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പാർലമെന്റിൽ സംസാരിച്ചു? എന്താണ് സംസാരിച്ചത് അദ്ദേഹം? അതിനെ എതിർത്ത് ഒരു വാക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടോ? നിങ്ങളുടെ ഇപ്പോഴത്തെ അദ്ദേഹം അതിന്റെ സാധുതയെ പാർലമെന്റിൽ വെച്ച് ചോദ്യം ചെയ്തിട്ടുണ്ടോ? ആരാണ് അതിനൊക്കെ എതിർത്തത്? CAA-ക്കെതിരായി ആരാ ശക്തമായിട്ടുള്ള നിലപാട് അന്നും ഇന്നും കൊണ്ടുവന്നത്? സഖാവ് പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞത് CAA ഇവിടെ ഞങ്ങൾ നടപ്പിലാക്കില്ല, ഒരു തടങ്കൽ പാളയവും ഇവിടെ ഞങ്ങൾ നിർമ്മിക്കില്ല. അപ്പൊ പലരും പറയും ഇവിടെ അങ്ങനത്തെ രേഖയില്ലാത്ത ആളുകളൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണോ? രേഖ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം, അതിന്റെ ആധാരം നമ്മളുടെ രേഖയാണ്. ഒരു തരം മണ്ണില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട് നമ്മളുടെ ഈ കേരളത്തിൽ പോലും. എല്ലാ സമുദായത്തിലുമുണ്ട്. അവർക്കൊന്നും പ്രശ്നമല്ല, അവർക്കൊക്കെ രേഖകൾ കൊടുക്കും. രേഖകളില്ലാത്തവർക്ക് രേഖകൾ നൽകാൻ വേണ്ടി അപേക്ഷ ക്ഷണിച്ചു കഴിഞ്ഞു. ആ അപേക്ഷയിൽ ഒരു മുസ്ലിം പേരുകാരൻ അപേക്ഷിക്കാൻ കഴിയില്ല. അത് അപേക്ഷ നിരസിക്കും, അപേക്ഷ ആർക്ക് സ്വീകരിക്കില്ല. ആധാരമില്ലാത്ത എത്ര കുടുംബങ്ങളുണ്ട് ഇവിടെ? സ്കൂളിൽ പോകാത്ത ആളുകളില്ലേ ഇവിടെ? എന്റെ വാപ്പയുടെ വാപ്പ സ്കൂളിൽ പോയിട്ടില്ല. എവിടെ നിന്ന് രേഖ കിട്ടും? 1970 മുമ്പ് ഞാൻ ഈ രാജ്യത്ത് താമസിക്കുന്നയാളാണ് എന്നുള്ളതിന് നിങ്ങളുടെ ആധാർ കാർഡ് പോരാ, നിങ്ങളുടെ വോട്ടർ ID പോരാ. ആധാരം വേണം, അല്ലെങ്കിൽ സ്കൂൾ രേഖ വേണം, അതല്ലെങ്കിൽ നിങ്ങൾ ജനിച്ച ആശുപത്രിയിൽ നിന്നുള്ള രേഖ വേണം. പണ്ടുകാലത്ത് ആരാണ് ആശുപത്രിയിൽ പോയിട്ട് പ്രസവിക്കുക? വീട്ടിൽ നിന്നല്ലേ പ്രസവം. അവർക്ക് എവിടെ നിന്ന് രേഖകൾ കിട്ടും? നമ്മളുടെ ഒരു 2 തലമുറ അപ്പുറത്തേക്ക് പോയാൽ രേഖകൾ ചികഞ്ഞെടുക്കാൻ എത്ര പ്രയാസമാകും? അപ്പോഴാണ് മുഖ്യമന്ത്രി പറഞ്ഞത് CAA ഇവിടെ നടപ്പിലാക്കില്ല, പൗരത്വ രജിസ്റ്റർ ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കില്ല, ഇവിടെ തടങ്കൽ പാളയങ്ങൾ ഉണ്ടാക്കില്ല, ഇവിടെ ജീവിക്കുന്ന ഒരാളെയും വിദേശിയാണെന്ന് മുദ്രകുത്തി ഞങ്ങൾ എങ്ങോട്ടും പറഞ്ഞയക്കില്ല, എല്ലാവരെയും ഞങ്ങൾ ചേർത്ത് പിടിക്കും. അപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് ചോദിച്ചത്, ഈ മുഖ്യമന്ത്രി എന്താണ് പറയുന്നത്? കേന്ദ്രം ഒരു നിയമം ഉണ്ടാക്കിയാൽ അത് പാലിക്കാൻ കേരളം ബാധ്യസ്ഥമല്ലേ? സൂര്യനസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യം ഈ നാട് ഭരിച്ചിരുന്ന കാലത്ത് ഒരുപാട് കരിനിയമങ്ങൾ ഇവിടെ പാസാക്കിയിരുന്നു. ഈ കോൺഗ്രസിന്റെ പൂർവികരായിരുന്ന കോൺഗ്രസുകാർ, അന്ന് എല്ലാവരും കോൺഗ്രസ് ആയിരുന്നു. ആ കോൺഗ്രസ് ആളുകളെ അണിനിരത്തി തെരുവിൽ സമരം ചെയ്ത് എത്രയോ മനുഷ്യരുടെ ജീവൻ വെളികൊടുത്ത് ആ നിയമങ്ങളെ തോൽപ്പിച്ചു. ജനങ്ങളെ അണിനിരത്തി നിയമങ്ങളെ തോൽപ്പിക്കാൻ സാധിക്കും ജനകീയ മുന്നേറ്റങ്ങൾക്ക്. കേരളത്തിൽ അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളുടെ പൂർവികർ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടല്ലോ. ചിലപ്പോൾ മനുഷ്യരുടെ ജീവൻ വെളികൊടുക്കേണ്ടി വരും. എന്നാലും അങ്ങനെ ജനങ്ങളെ അണിനിരത്തി ഈ CAA തോൽപ്പിക്കാൻ, ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള നിയമത്തെ തോൽപ്പിക്കാൻ ഞങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിയെ കളിയാക്കിയ പ്രതിപക്ഷ നേതാവിന്റെ പാർട്ടിക്ക് എന്തിനു ഒട്ടുകൊടുക്കണം? നിങ്ങൾ എന്തിന്? രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠാചരണം നടന്നതിന് ശേഷം ഉത്തരേന്ത്യയിലെ സ്ഥിതിഗതികൾ ഭയാനകമാണ്. വഴിയിലൂടെ പോകുന്ന മുസ്ലിമിന്
വഴിയിലൂടെ പോകുന്ന ക്രിസ്ത്യാനിയെ ഒക്കെ തന്നെ പിടിച്ച് അവരുടെ തൊപ്പിയും ലോഹയും തലപ്പാവും വലിച്ചു കീറി അവരെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ജയ് ശ്രീറാം. പാതിരെ കൊണ്ട് വിളിപ്പിച്ചു. ഒരു പള്ളിയിലെ ഇമാമിനെ മുഖത്തടിച്ച് അയാളുടെ പല്ല് പൊളിച്ച് ചോര വരുന്നത് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കണ്ടില്ല. ഉത്തർപ്രദേശിൽ ന്യൂനപക്ഷ ജനവിഭാഗങ്ങൾക്കെതിരായി എത്ര ക്രൂരമായിട്ടുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ കോൺഗ്രസോ ലീഗോ എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്തിയോ? ഇവർക്കെതിരായി രാജ്യത്തുള്ള ജനങ്ങൾ ഒരുമിച്ച് നിൽക്കണം. CPM-ന് 10, 15, 25 സീറ്റ് കിട്ടിയെന്ന് തന്നെ വിചാരിക്കുക. എങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ രാജ്യത്ത് ഈ നിയമത്തെ എതിർക്കും, ഈ നിയമത്തെ ചെറുത്ത് തോൽപ്പിക്കും എന്നാണ് ചോദിക്കുന്നത്. ഇടതുപക്ഷത്തിന്റെ ശബ്ദം ഇന്ത്യയുടെ പാർലമെന്റിൽ എല്ലാ കരി നിയമങ്ങൾക്കുമെതിരായി ഉയരും. നിങ്ങൾ ഓർമ്മയില്ലേ, ഒന്നാം UPA സർക്കാർ, കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഒന്നാം UPA സർക്കാർ രൂപീകൃതമായത്? അന്ന് 60 MP-മാരുണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. സോണിയാഗാന്ധി നേരിട്ട് വന്ന് AKG സെന്ററിൽ, ഡൽഹിയിലെ AKG സെന്ററിലെത്തി CPM-ന്റെ ഇടതുപക്ഷത്തിന്റെ നേതാക്കന്മാരോട് പറഞ്ഞു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ നേതാവ് മുൻ ബംഗാൾ മുഖ്യമന്ത്രി ജ്യോതി ബാസു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകട്ടെ, ഞങ്ങൾ എല്ലാവരും പിന്തുണക്കാം. ആ സമയത്ത് ചാടി വീണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം പിടിച്ചു വാങ്ങുകയല്ല ഇടതുപക്ഷം ചെയ്തത്. ഞങ്ങൾക്ക് ആ സ്ഥാനം വേണ്ട, നിങ്ങൾ ഭരിച്ചോളൂ, പക്ഷേ ഞങ്ങളുടെ മൂക്കുകയറുണ്ടാകും നിങ്ങൾക്ക്, ഞങ്ങളുടെ നിയന്ത്രണം ഉണ്ടാകും നിങ്ങൾക്ക്. ആ വ്യവസ്ഥയിലാണ് ഒന്നാം UPA സർക്കാർ അധികാരത്തിൽ വന്നത്. 60 MP-മാരുടെ പിന്തുണ ഒരു കട്ടൻ ചായ പ്രതിഫലം പറ്റാതെയാണ് അന്ന് ഇടതുപക്ഷം ആ സർക്കാരിന് നൽകിയത് എന്ന കാര്യം കോൺഗ്രസുകാരെ മറക്കരുത്. ആ നിയന്ത്രണം, ആ മൂക്കുകയർ യഥാർത്ഥത്തിൽ രണ്ടാം UPA സർക്കാരിന് വഴിവെച്ചു. ഒന്നാം UPA സർക്കാരിന്റെ കാലാവധി തീരാൻ 6 മാസമുള്ളപ്പോഴാണ് ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയുടെ ആധിപത്യം ഇന്ത്യ അംഗീകരിക്കുന്നു എന്ന ശക്തമായ ആക്ഷേപം ഉന്നയിച്ച് നമ്മൾ ഇടതുപക്ഷം പിന്തുണ പിൻവലിച്ചത്. രണ്ടാം UPA സർക്കാർ അധികാരത്തിൽ വന്നത് ഒന്നാം UPA സർക്കാരിൽ ഇടതുപക്ഷം ഉണ്ടായിരുന്നത് കൊണ്ടും ആ ഇടതുപക്ഷത്തിന്റെ ആവശ്യമനുസരിച്ച് ജനകീയമായ പല പദ്ധതികളും ഈ നാട്ടിൽ നടപ്പിലാക്കിയത് കൊണ്ടുമാണ്. അല്ല എങ്കിൽ രണ്ടാം UPA സർക്കാരിന് എന്റെ പിന്തുടർച്ച ലഭിക്കാതിരുന്നത്? കോൺഗ്രസുകാർ അഭിമാനത്തോടുകൂടി എന്ന് പറഞ്ഞിരുന്നു, കമ്മ്യൂണിസ്റ്റുകാരുടെ പിന്തുണയില്ലാതെ ഞങ്ങൾ ഇത് അധികാരത്തിൽ വന്നിരിക്കുന്നു. എന്നിട്ട് എന്തായി? രണ്ടാം UPA സർക്കാരിന്റെ ഭരണം അവസാനിച്ച് നടന്ന പൊതുതെരഞ്ഞെടുപ്പിലാണ് നരേന്ദ്രമോദി 1ാമത്തെ തവണ ഈ രാജ്യത്തിന്റെ ഭരണം പിടിച്ചത് എന്ന് നിങ്ങൾ ഓർക്കണം. ഈ നാടിന്റെ മഹിതമായ മതനിരപേക്ഷതയെ കളങ്കപ്പെടുത്താൻ ശ്രമിക്കുന്ന RSS-നും BJP-ക്കുമെതിരായി ഇന്ത്യയുടെ പാർലമെന്റിനകത്തും പുറത്തും ശബ്ദിക്കാൻ ഇടതുപക്ഷത്തിന്റെ MP-മാർ വേണം. കോൺഗ്രസ് മൗനം അവലംബിക്കുമ്പോ ആ കോൺഗ്രസിനെ കൊണ്ട് വടിയെടുത്ത് മൗനം തകർക്കാൻ, അവരുടെ മൗനം മുറിക്കാൻ ഇടതുപക്ഷത്തിന് MP-മാർ വേണം ഇന്ത്യയുടെ പാർലമെന്റിൽ. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നിങ്ങളോട് പറയുന്നത്, അടുത്ത തെരഞ്ഞെടുപ്പിൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥിക്ക് ചുറ്റിക അരിമാൽ നക്ഷത്ര അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തുക. നേരത്തെ നിങ്ങളുടെ MP ആയിരുന്നു, ഇവിടെ ഇപ്പോൾ LDF-ന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന മഹത് വ്യക്തി. അദ്ദേഹം ആ സമയത്ത് ഈ നാടിന്റെ പുരോഗതിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, ഈ നാട്ടിന്റെ പുരോഗതിക്ക് വേണ്ടി നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എല്ലാവർക്കും അറിയുന്നതാണ്. നിങ്ങളുടെ ഒരു വോട്ട് ചുറ്റികരിമാൽ നക്ഷത്ര അടയാളത്തിൽ രേഖപ്പെടുത്തുമ്പോൾ ഈ നാടിന്റെ മതനിരപേക്ഷത സംരക്ഷിക്കാനാണ് ആ വോട്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ ഘോരം സംസാരിക്കുവാനും ജീവൻ കൊടുത്തും അതിനെ എതിർക്കുവാനുമുള്ള വോട്ടാണ് ചുറ്റികരിമാൽ നക്ഷത്ര അടയാളത്തിന് നിങ്ങൾ നൽകുന്ന വോട്ട് എന്ന് നിങ്ങൾ തിരിച്ചറിയുക.
ഈ രാജ്യത്ത് ഏക സിവിൽ കോഡ് നടപ്പിലാക്കി എല്ലാ മതവിശ്വാസികളുടെയും വ്യക്തി നിയമങ്ങൾ ഒന്നാക്കുവാനുള്ള നീക്കത്തിനെതിരായി ഇന്ത്യയുടെ പാർലമെന്റിൽ ശക്തമായി ഉയർത്താനുള്ള കൈക്കാണ് നിങ്ങൾ ചുറ്റി കരിവാൾ നക്ഷത്രത്തിന് വോട്ടുകൾ രേഖപ്പെടുത്തുമ്പോൾ വോട്ടുകൾ ചെയ്യുന്നത് എന്ന് നിങ്ങൾ ഗ്രഹിക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇടതുപക്ഷത്തെ ദുർബലമാക്കിയാൽ ഈ രാജ്യത്ത് RSSഉം BJPയും ഇനിയും ശക്തിപ്പെടുകയും നാട്ടിലെ മതന്യൂനപക്ഷങ്ങൾക്കും മതേതരവാദികൾക്കും വലിയ വെല്ലുവിളികൾ ഉയർത്തുകയും ചെയ്യും. അവരുടെ കണ്ണിലെ കരട് ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളും കമ്മ്യൂണിസ്റ്റുകാരുമാണ്. കമ്മ്യൂണിസ്റ്റുകാരിൽ അവർ വകവരുത്തും. എത്രയോ കമ്മ്യൂണിസ്റ്റുകാരെ പല രാജ്യങ്ങളും കൊന്നിട്ടുണ്ട്. ഇന്തോനേഷ്യയിൽ മതവിശ്വാസികളല്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രബലമായിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആയിരക്കണക്കിന് കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരെ ശക്തമായി അവരെ എതിർക്കുകയും അവരെ കൊല ചെയ്യുകയും ചെയ്തു. സമാന